വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമീത്തിലെ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളതൊക്കെ മെസ്സേജ് ചെയ്യണേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു പ്രതിശുദ്ധ വരനും വധുവും ആത്മഹത്യ ചെയ്തത്. ബാങ്ക് ജീവനക്കാരായിരുന്ന അവർ രണ്ടുപേരും ഇവര് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഈ പയ്യനും ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഇതുവരെ റിവീൽ ആയിട്ടില്ല. ചില ന്യൂസ് ചാനലുകളിലൊക്കെ വന്നത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി അവനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ആത്മഹത്യാ നാടകം കളിച്ചതാണ്. പക്ഷെ സ്റ്റൂള് വൈദ്യ മരണത്തിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷെ അത്യാവശ്യം ഏജായ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലേ. പക്ഷെ ഇതുപോലൊരു കുട്ടിക്കളി കളിക്കേണ്ട പ്രായവുമല്ല. ഇപ്പോൾ നമ്മളൊരു ഒരു പാർട്ണറെ തിരഞ്ഞെടുത്ത് എന്തെങ്കിലും പോരായ്മകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ആത്മഹത്യയിലേക്ക് പോവേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്ങനെയാണെങ്കിലും എല്ലാവരുടെയും പാർട്ട്നേഴ്സ് 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ മൈനസുകൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിവാഹം കഴിഞ്ഞാൽ എന്താണ് അവരുടെ മൈനസ്, അത് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ അത് തിരുത്തുക, അല്ലെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു പോവുക. അതുമല്ല, ഇതൊന്നും പറ്റാത്ത കേസുകളിലാണെങ്കിൽ ഡൈവോഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇതാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതൊരു വിവാഹത്തിലേക്ക് പോവാതെ വേണ്ടെന്ന് വെക്കാനുള്ള ഫ്രീഡം ഉണ്ട്. കുട്ടിക്കുമുണ്ട്, പയ്യനുമുണ്ട്. ആർക്കാണോ പ്രോബ്ലം, പെൺകുട്ടിയുടെ പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെ, ആൺകുട്ടിയുടെ പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെ, വിവാഹം വേണ്ട എന്ന് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതൊരു മരണത്തിലേക്കൊരു സന്തോഷത്തോടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഡിസംബറിൽ വിവാഹത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ദിവസങ്ങൾ, ഒരു വിവാഹത്തിന് വേണ്ടി കുടുംബക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് ആഘോഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് എല്ലാവർക്കും കൊടുത്തത് വലിയൊരു വേദനയാണ് അല്ലെ. മരണം ചൂസ് ചെയ്തത് കാരണം എല്ലാവർക്കും അതൊരു വലിയ ഷോക്കായി, അതൊരു വേദനയായി. ഒരു വിവാഹ ജീവിതം തിരഞ്ഞെടുക്കേണ്ട ആളുകൾ തമ്മിൽ കണ്ടുമുട്ടി അതൊരു മരണത്തിലേക്ക് പോയി എന്നുള്ളതാണ്. മരണം അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്സ് രണ്ടുപേർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ ഒരു ലൈഫ് കിട്ടിയില്ല. എന്താണ് യഥാർത്ഥ കാരണം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇതുവരെ അത് പുറത്തു വന്നിട്ടില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആൺകുട്ടികളോടായാലും പെൺകുട്ടികളോടായാലും, നമ്മുടെ വിവാഹം എന്നത് നമ്മുടെ ഒരു ലൈഫിന്റെ അവസാനത്തെ പോയിന്റ് അല്ല, ഒരു അവസാനത്തെ വഴിയുമല്ല വിവാഹം എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ ഒത്തിരി പർപ്പസുകളുണ്ട്. നമുക്ക് ഒരുപാട് സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോകാനുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മാരേജ് എന്നുള്ളത്. അല്ലാതെ അതാണ് എൻ്റെ അവസാനം, അത് ശരിയായിട്ടില്ലെങ്കിൽ ബാക്കിയൊക്കെ പോയി, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ വന്നു, അല്ലെങ്കിൽ ഒരു ലവർ വന്നു, പക്ഷെ അയാളുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കതിന് ലൈഫില്ല, ഞാനില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. പലരും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പാർട്ട്നേഴ്സുമായി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ദൂഷ്യം പക്ഷെ നമ്മുടെ പാർട്ട്ണർക്കുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി ആത്മഹത്യയാണ് പലരും. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് പറ്റാത്ത ഒരാളെ നമുക്ക് വേണ്ടെന്ന് വെക്കാനുള്ള ഫ്രീഡം ഇല്ലേ? നമ്മൾ ഇന്നലെ കണ്ട ഒരാൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ 10 മാസം വയറ്റിലിട്ട് പ്രസവിച്ച അമ്മ, അതേപോലെ തന്നെ നമ്മളെ വളർത്തിയെടുക്കാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന അച്ഛൻ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള നമ്മൾക്ക് പ്രിയപ്പെട്ട പലരെയും നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു മരണത്തിലേക്ക് പോകുന്നത് അല്ലേ. അതോ ഇന്നലെ പരിചയപ്പെട്ട ഒരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കുറച്ചു കാലം ജീവിച്ച ഒരാൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുകളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് അവർക്ക് തീരാവേദന കൊടുത്ത് നമ്മളൊരു മരണത്തിലേക്ക് പോകുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്, നമ്മൾ അങ്ങനെ ഒരു എടുത്തുചാടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒരു 100 വട്ടം ആലോചിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നത് ഒരാളോട് ഷെയർ ചെയ്യാനെങ്കിലും തയ്യാറാവണം. ഇന്ന വിഷയത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, എന്താണ്
എനിക്ക് മുന്നോട്ടുള്ള വഴി, ഞാൻ എന്ത് ചൂസ് ചെയ്യണമെന്ന് വിശ്വാസമുള്ള ഒരാളോട് ഓപ്പൺ അപ്പായിട്ട് ഒന്ന് സംസാരിച്ചാൽ തന്നെ ചിലപ്പോൾ ഒത്തിരി റിലാക്സ് ആവും. അപ്പോൾ ഒരു മരണത്തിലേക്കൊന്നും പോവേണ്ട ഒരു ഗതികേട് ഉണ്ടാവില്ല. പക്ഷെ ഇത് സ്വന്തം മനസ്സിലിട്ട് ഇങ്ങനെ നീറി നീറി ഒരു മരണത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പേ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും വേദന എന്താണെന്ന്. എല്ലാവരും ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ്. 100% ഹാപ്പി, 100% പെർഫെക്റ്റ് ആയി ജീവിക്കുന്ന ആളുകളൊന്നുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ അവർക്ക് അവരുടേതായ പല പ്രോബ്ലംസും വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. അതാണ് ലൈഫ്. എല്ലാ വേദനകളിലൂടെയും എല്ലാ എക്സ്പീരിയൻസിലൂടെയും നമ്മൾ കടന്നു പോകണം. അല്ലാതെ ഒരേ സ്റ്റേജിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കുക, എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കുക, അതൊന്നും ആർക്കും പറ്റില്ല. എല്ലാവർക്കും അവരവരുടേതായ മൈനസുകൾ ഉണ്ടാവും, അവരവരുടേതായ ദൂഷ്യവശങ്ങൾ ഉണ്ടാവും. പക്ഷെ പാർട്ട്നേഴ്സിനെ എപ്പോഴും നമ്മൾ 100% പെർഫെക്റ്റ് ആക്കി എടുക്കാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറ്റില്ല, ആളെ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു വഴി ഉണ്ട്, അയാളെ വേണ്ടെന്ന് വെക്കാം. അതിന് പകരം ഒരു മരണത്തിലേക്ക് പോയി ഈ ഇതിൽ ചാനലിലൊക്കെ വന്നതുപോലെ ഒരു പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യം അതൊരു മരണത്തിലേക്ക് അബദ്ധവശാൽ പോയി എന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെയാണോ പേടിപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ പേടിപ്പിക്കാൻ ആരെങ്കിലും പേടിക്കോ? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട്, അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാവോ? നമ്മളിപ്പോ എന്താ ഞാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കളയും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും, അല്ലെങ്കിൽ ഞാൻ വിട്ടിട്ട് പോകുന്നൊക്കെ നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി അതിന് ട്രൈ ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഒരാളെ തിരുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരാളെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അനുസരിച്ച് അവർ 100% നമ്മൾ പറയുന്നത് പോലെ ജീവിക്കില്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഫ്രീഡം ഉണ്ട്, അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്. ആർക്കും ആരെയും പേടിപ്പിച്ചു നിർത്താനോ അടിമയാക്കി വെക്കാനൊന്നും ആർക്കും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പേടിപ്പിക്കലിന്റെ ആവശ്യം എന്താ? പേടിപ്പിച്ച് നിർത്തുന്ന സ്നേഹത്തിനും പേടിപ്പിച്ച് നിർത്തുന്ന ബന്ധങ്ങൾക്കും എന്ത് വാല്യൂ ആണുള്ളത്? ഒരാളെ പേടിച്ച് നമ്മൾ ആ ലൈഫിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ ഒരാളെ പേടിച്ചിട്ട് മാത്രം നമ്മുടെ എന്തെങ്കിലും ഒരു ഇഷ്ടം വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ പേടി ആള് പേടിക്കാണ് വേണ്ടത്. പാർട്ട്നേഴ്സിനെ ആയാലും പേരൻസിനെ ആയാലും സുഹൃത്തുക്കളെ ആയാലും നമ്മൾ പേടിച്ചല്ല ജീവിക്കേണ്ടത്, പേടിപ്പിച്ചുമല്ല അവരെ കൂടെ നിർത്തേണ്ടത്. സ്നേഹം കൊടുത്തും റെസ്പെക്ട് കൊടുത്തുമാണ് അവരെ കൂടെ നിർത്തേണ്ടത്. അല്ലാതെ പേടിപ്പിച്ച് നമുക്ക് ആരെങ്കിലും കൂടെ നിർത്താൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ്. അതിലൊന്നും ആത്മാർത്ഥത അത്തരം ബന്ധങ്ങളൊന്നും കൂടുതൽ കാലം നീണ്ടു പോവുകയുമില്ല. അത്തരം ബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കുറവായിരിക്കും. അപ്പൊ അത്തരം വിവരക്കേടൊന്നും പെൺകുട്ടികളിലാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വിവരമില്ലായ്മയൊക്കെ കാണുന്നത്. പേടിപ്പിച്ച് ഓക്കെ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഞാനിപ്പം വെയിന് കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ വെറും വിവരക്കേട്, അതൊക്കെ ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാം 100% ശരിയായിരിക്കും, എനിക്ക് ഭയങ്കര 100% ഹാപ്പി ആയ ലൈഫായിരിക്കും, അല്ലെ റീൽസിലൊക്കെ കാണുന്നത് പോലെ ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്ന ഹസ്ബൻഡ് ആയിരിക്കും, അല്ലെ ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്ന ഭാര്യ ആയിരിക്കും എന്ന് ആരും വിചാരിക്കണ്ട. എത്ര സ്നേഹമുള്ള ലൈഫാണെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസും ചെറിയ പ്രോബ്ലംസ് ഒക്കെ സാധാരണയായിട്ട് ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവണം. അല്ലാതെ എപ്പോഴും ഒരേ ലെവലിൽ സ്നേഹം മാത്രമായിട്ടൊന്നും ഒരാളുടെയും ലൈഫിൽ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവര് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു പക്വതയൊക്കെ ഉള്ള ആളുകളാവൂലേ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാ ഒരു ഏജ് കഴിഞ്ഞിട്ട് മാത്രമേ വിവാഹം കഴിയാവൂ, 20 വയസ്സിന് ശേഷം മാത്രം വിവാഹത്തെ പറ്റി ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പക്വതയാവുന്ന ഒരു പ്രായത്തിൽ ഒരു വിവാഹത്തിലേക്കൊക്കെ പോകുമ്പോൾ എന്തായാലും വിവാഹം കഴിഞ്ഞ് അത്യാവശ്യം റെസ്പോൺസിബിലിറ്റി, ബുദ്ധിമുട്ടുകൾ, പൊരുത്തപ്പെടാൻ പറ്റാത്ത പല സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഹാൻഡിൽ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പക്വത വരുന്ന ഒരു പ്രായത്തിലെ വിവാഹം നടത്താവൂ എന്ന് പറയുന്നത് തന്നെ ഇതൊക്കെ കൊണ്ട് തന്നെ അല്ലേ. അപ്പം ജീവിതം ഒരു കുട്ടിക്കളിയായിട്ട് കൊണ്ടു നടക്കാതെ കുറച്ചുകൂടെ പക്വതയിൽ ചിന്തിക്കാന്നുള്ളതാണ്. അപ്പൊ ഒരു ചെറിയൊരു പെയിന് വരുമ്പോഴേക്ക്, ചെറിയൊരു വിഷമം വരുമ്പോഴേക്ക്, ചെറിയൊരു തെറ്റിദ്ധാരണ വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു വാക്ക് തർക്കമൊക്കെ വരുമ്പോഴേക്ക് ഒരു ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല.
പിന്നെ ആണെങ്കിൽ ലൈഫിന്റെ ഒരു പോയിന്റ് മാത്രമാണ് വിവാഹം, കുട്ടികള്, ഫാമിലി എല്ലാം. ഓരോ സ്റ്റേജിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല ലൈഫ്. ചില പെൺകുട്ടികളുടെ മുമ്പൊക്കെ പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികൾ ഒരു പേരിന് സ്കൂളിൽ വരുന്നു പോകുന്നു. അവരുടെ എയിം എന്താ? എങ്ങനെയെങ്കിലും SLC കടന്നു കിട്ടണം, എന്നിട്ട് എന്താ അടുത്തത് വിവാഹം. അത് വിവാഹമാണ് എൻ്റെ എയിം, അതാണ് എൻ്റെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു ലക്ഷ്യവും ഇല്ല. വീട്ടുകാർക്കും അതെ, എനിക്കും അതെ. കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു എയിം വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യണം എന്നുള്ള യാതൊരു ആഗ്രഹങ്ങളൊന്നും പല പെൺകുട്ടികൾക്കും അന്നുണ്ടായിരുന്നില്ല. ഞാൻ കണ്ട അധിക കുട്ടികൾക്കും അതൊന്നും ഉണ്ടായിരുന്നു. അവരുടെ അവസാനത്തെയും ആദ്യത്തെയും ഒരു എയിം വിവാഹമാണ്. വിവാഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് തന്നെ. പിന്നെ സ്കൂളിൽ പോകുക എന്നുള്ളത് ആ ഒരു ഏജ് ആവാൻ വേണ്ടിയിട്ട് അങ്ങ് പോകുന്നേ ഉള്ളൂ. ഈ പഠനം ഭാരമാവും. ഈ സ്കൂളിൽ വരാൻ തന്നെ താല്പര്യമില്ല, പഠിക്കാനും താല്പര്യമില്ല. ആകെ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ, ആ കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയ ഒരു സമാധാനം എന്നുള്ള രീതിയിലാണ് പല പെൺകുട്ടികളും വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരുടെയൊക്കെ വിചാരം വിവാഹം എന്നുള്ളത് ഭയങ്കര സിമ്പിളായ അല്ലെങ്കിൽ ഭയങ്കര നല്ല ഭയങ്കര സംഭവമാണെന്നുള്ളതല്ല. പക്ഷെ അതുവരെ വിവാഹം കഴിഞ്ഞാൽ അറിയാം, അതുവരെയുള്ള ലൈഫായിരുന്നു നമ്മുടെ ഏറ്റവും മനോഹരമായ നാളുകൾ, ഏറ്റവും ഫ്രീഡമുള്ള വളരെ മനോഹരമായ ജീവിതം എന്ന് പറയുന്നത് വിവാഹത്തിന് മുന്നേ തന്നെയാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് രണ്ട് കൾച്ചറുകളിലുള്ള രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ, അതിൽ അഡ്ജസ്റ്റ് ആവാൻ സമയമെടുക്കും. രണ്ട് ബന്ധുക്കൾ തമ്മിൽ അഡ്ജസ്റ്റ് ആവാൻ സമയമെടുക്കും. നമ്മുടേതല്ലാത്ത ഒരു പരിസ്ഥിതിയിൽ നിന്ന് മറ്റൊരു പരിസ്ഥിതിയിലേക്ക് നമ്മൾ പറിച്ചു നടുക. അതിൽ നമ്മൾ ഒത്തുപോയി മാനസികമായി അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ തന്നെ സമയമെടുക്കും. പിന്നെ രണ്ട് വ്യക്തികളുടെ തമ്മിലുള്ള ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകളൊക്കെ. പിന്നെ നമുക്കൊരു കുട്ടി ആയി കഴിഞ്ഞാൽ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഒത്തിരി ഉണ്ടാവും. അതിൻ്റെതായ ലൈഫ് ചേഞ്ചിങ് ഒത്തിരിയാണ്. ലേഡീസിന്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയാവും. അപ്പോൾ അതത്ര നല്ല സുഖമുള്ള പരിപാടിയൊന്നുമല്ല. എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷെ എന്നാലും അതത്ര സിമ്പിളും ഭയങ്കര ഒരു വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സിംപ്ലിസിറ്റി ഒന്നല്ല. അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ പല പെൺകുട്ടികളും വിവാഹമാണ് എൻ്റെ ഏറ്റവും അവസാനത്തെ വൈഫ്, അതാണ് എൻ്റെ ലൈഫ് എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു പ്രണയത്തിലായാൽ ആ പ്രണയിതാവാണ് എൻ്റെ എല്ലാം, എൻ്റെ ലോകം തന്നെ അവനാണ്. അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലോകം തന്നെ എൻ്റെ ഹസ്ബൻഡാണ്, അയാളില്ലാതെ എനിക്ക് ഒട്ടും പറ്റില്ല. അല്ലെങ്കിൽ ഭാര്യയാണ് എൻ്റെ ലോകം, അവളില്ലാതെ എനിക്ക് പറ്റില്ല. പ്രണയിക്കുന്ന ആളുകളിലൊക്കെ പൊതുവെ കാണുന്നത് അവനില്ലാതെ എനിക്ക് പറ്റില്ല, മുന്നോട്ട് പോകാനേ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ശ്വാസം എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ടൊരു ലൈഫില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് അല്ലെങ്കിൽ അതൊന്ന് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലൊക്കെ ഒറ്റയടിക്ക് ആത്മഹത്യ പ്രിഫർ ചെയ്യുന്ന പെൺകുട്ടികൾ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മുടെ ലവറിനൊരു അതർ റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആളുടെ പേഴ്സണൽ ലൈഫ് അത്ര ക്ലിയർ അല്ല എന്നൊക്കെ മനസ്സിലാകുന്ന സമയത്ത് തീർച്ചയായും പെയിൻഫുൾ ആണ്. അത് മനസ്സിലാക്കാനും അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു ഞാനങ്ങ് മരിക്കട്ടെ അല്ലെങ്കിൽ ആത്മഹത്യയാണ്, എനിക്ക് വയ്യ, എനിക്ക് അതിനൊരു ലോകമില്ല, ജീവിതമില്ല എന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടല്ല. നമുക്ക് പറ്റാത്ത ഒരാളാണ്, ഓക്കെ, അയാൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു, അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ആള് ശരിയല്ല, അപ്പൊ ആള് നമ്മുടെ ലൈഫിൽ നിന്ന് പോവട്ടെ, അതാണ് നമ്മുടെ ലൈഫിന് സേഫ്റ്റി. ചിലപ്പോ അത് നമ്മളെ നേരത്തെ മുൻകൂട്ടി ദൈവം അറിയിച്ചു തന്നതാവും. അതിൽ നിന്ന് ഞാൻ എസ്കേപ്പ് ആവട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇയാളില്ലാതെ എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്യാന്നുള്ള ഒരു തീരുമാനമൊന്നും എടുക്കേണ്ട. പിന്നെ എല്ലാ ബന്ധങ്ങളിലും ഈ ലവേഴ്സ് ആണെങ്കിലും ഹസ്ബൻഡ്സിനോടാണെങ്കിലും ഒരു തരം ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് പോകുന്ന ആളുകളാണ്. ഒത്തിരി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആവുക. എല്ലാ ബന്ധങ്ങളിലും ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇത് വരുമ്പോഴേക്ക് അവർക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല, അതൊരു മരണത്തിലേക്ക് പോകുന്നത്. ഏത് ബന്ധങ്ങളിലായാലും ഒരു ഡിറ്റാച്ച്മെന്റ് വെക്കുന്നത് നല്ലതാണ്. അത് ഹസ്ബൻഡിന്റെ അടുത്തായാലും ശരി, ലവേഴ്സിന്റെ അടുത്താണ് ശരി, മക്കളുടെ അടുത്താണെങ്കിൽ ശരി, രക്ഷിതാക്കളുടെ അടുത്താണ് ശരി, സുഹൃത്തുക്കളാണ്, ആരോ ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിലുള്ള ആരടുത്തും ഒത്തിരി ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മൾ കീപ്പ് ചെയ്യണം. അത് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്, നമുക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നതെങ്കിലും മനഃപൂർവ്വം നമ്മൾ അവിടെ ഒരു ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരണം എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഓക്കെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ്
പഠിപ്പിച്ചെടുക്കണം. ഇത്ര അറ്റാച്ച്മെന്റ് പാടില്ല പാടില്ല പാടില്ല, ഒരിത്തിരി ഡിറ്റാച്ച്ഡ് ആവണം, ഞാൻ ഒരിത്തിരി ഡിറ്റാച്ച്ഡ് ആവണം. കാരണം നാളെ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വന്നു, അല്ലെങ്കിൽ ഇവര് നമ്മളെ വിട്ടിട്ട് പോകേണ്ട ഒരവസ്ഥ വന്നു, നമുക്ക് സർവൈവ് ചെയ്യണ്ടേ, പിടിച്ചു നിൽക്കണ്ടേ, ജീവിക്കണ്ടേ, ബാക്കിയുള്ള ആളുകളില്ലേ നമ്മുടെ കൂടെ, നമ്മുടെ പേരൻസ് ഉണ്ടാവാം, മക്കൾ ഉണ്ടാവാം, നമുക്ക് ചുറ്റും പല കാര്യങ്ങളുമുണ്ട്, നമ്മൾ ചെയ്തു തീർക്കാൻ ബാക്കി വെച്ച കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ആ 100% അങ്ങ് അറ്റാച്ച്ഡ് ആയി ഇവരില്ലാതെ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥ നമ്മൾ മനഃപൂർവ്വം കൊണ്ടുവരരുത്. ഒരു 1% ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മൾ മനഃപൂർവ്വം കൊണ്ടുവരണം, മനഃപൂർവ്വം കീപ്പ് ചെയ്യണം. ഓക്കെ, എത്ര പാടില്ല, എത്ര പാടില്ല, ഞാൻ ആ ഒരു സ്വഭാവത്തിലേക്ക് ഞാൻ പോകരുത്, ഇയാളില്ലെങ്കിലും എനിക്ക് ജീവിക്കേണ്ടതാണ്, ഇയാളില്ലെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇത്രത്തോളം ഞാൻ അങ്ങ് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ എന്നെ പൂർണ്ണമായും തകർക്കാൻ ഇദ്ദേഹത്തിന് മാത്രമേ പറ്റൂ. കാരണം ചില ആളുകൾ ഭയങ്കര ബ്രില്യൻ്റ് ആവും, ഭയങ്കര സ്മാർട്ട് ആവും, പക്ഷെ അവരെ ഒരു കാര്യം കൊണ്ടും അവരെ തകർക്കാൻ പറ്റില്ല. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ, അവരെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അവരെ ഒരു നിമിഷം മതി തകർക്കാനും നശിപ്പിക്കാനും. കാരണം അവരിലേക്ക് അവർ വല്ലാതെ അങ്ങ് അറ്റാച്ച്ഡ് ആയി പോയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ എന്തെങ്കിലും ഒരു എതിർപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിറ്റാച്ച്മെന്റ് ഇവരെ വല്ലാതെ ബാധിക്കും. അത് ഇവരുടെ ലൈഫിനായാലും ഇവരുടെ കരിയറിനായാലും ഇവരുടെ സക്സസിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനഃപൂർവ്വം ഒരു ഡിറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ 100% അറ്റാച്ച്മെന്റ് വെക്കേണ്ടത് ദൈവത്തിനോടാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ്? നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ ദൈവം എന്ന് പറയും, മുസ്ലിംസ് ആണെങ്കിൽ അള്ളാഹു എന്ന് പറയും, ക്രിസ്ത്യൻസ് ആണെങ്കിൽ യേശു എന്ന് പറയും, ഇതിലൊന്നും വിശ്വാസമുള്ള ഇല്ലാത്ത ആൾക്കാർ യൂണിവേഴ്സ് എന്നും പറയും. എന്ത് തന്നെയാലും ഒരു അദൃശ്യ ശക്തി ഉണ്ട് അല്ലെ. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയ കാര്യം, ഒരു 100% അറ്റാച്ച്മെന്റും നമ്മൾ വെക്കേണ്ടത് ആ ഒരു ശക്തിയോടാണ്. ആ ഒരു ശക്തി ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല എന്നുള്ള ഒരു ചിന്ത വെക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. അപ്പൊ ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു മോശം അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകാനുള്ള ഒരു പവർ നമുക്ക് കിട്ടും. ബാക്കി എന്തോ നമ്മളിപ്പോ സ്നേഹിക്കുന്ന നമ്മുടെ പേരൻസ്, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ മക്കള്, ബാക്കി എല്ലാ ബന്ധങ്ങളിലും നമുക്ക് അത്രത്തോളം സ്ട്രോങ് ആണ്. അവർക്ക് നമ്മൾ എത്രത്തോളം സംരക്ഷിക്കാൻ പറ്റും, എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ ഏറെ നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന, അതിനേക്കാളേറെ നമുക്ക് സംരക്ഷണം നൽകാൻ പറ്റുന്ന, അതിനേക്കാളൊക്കെ നമുക്ക് കോൺഫിഡൻസ് നൽകുന്ന ഒരു പവറുണ്ട്. അതാണ് ദൈവം എന്ന പവർ. ആ പവറിനെ നമ്മൾ 100% ആ പവറിലേക്ക് അറ്റാച്ച്ഡ് ആവുക. മറ്റുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും നമ്മൾ 1% ഡിറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരാൾക്കും തകർക്കാൻ പറ്റില്ല. നമ്മൾ ഒരാളുടെ വാക്കിന്റെയും ഒരാളുടെ പ്രവൃത്തിയുടെയും മേലെ നമ്മൾ ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കില്ല. ഒരിക്കലും അങ്ങനെ ആവരുത്. എല്ലാവരോടും തന്നെയാണ് ഞാൻ പറയുന്നത്, എല്ലാ സ്ത്രീകളോടും 100% ഓവർ അറ്റാച്ച്ഡ് ആയി ജീവിക്കുന്ന സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരെയും അങ്ങനെ അറ്റാച്ച്ഡ് ആവരുത്. സ്നേഹമുണ്ട്, നമുക്ക് എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ മനഃപൂർവ്വം ഒരു ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരണം. കാരണം നമ്മുടെ ലൈഫ് എന്തെങ്കിലും ഒരു അപ്രത്യക്ഷമായ ഒരു സുഖമല്ലാത്ത കാര്യം നടക്കുകയാണെങ്കിലും മുന്നോട്ട് പോകണം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടതാണ് എന്നുള്ള ചിന്തയിൽ ഒരു ഡിറ്റാച്ച്മെന്റ് മനഃപൂർവ്വം തീർച്ചയായും കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനെയും, ഒരു ഭർത്താവിനും ഒരു ഭാര്യയെയും, ഒരു ലവേഴ്സിനും ഒരു ലവർക്കും അത് അവരുടെ പാർട്ട്നേഴ്സിനെയോ തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടുവരും. നിങ്ങൾ സ്നേഹിച്ചോളൂ, അത് എൻജോയ് ചെയ്തോളൂ, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല രീതിയിൽ ജീവിച്ചോളൂ, ആ ലൈഫ് എൻജോയ് ചെയ്തോളൂ. പക്ഷെ അറ്റാച്ച്മെന്റ് ഓവർ അറ്റാച്ച്ഡ് അയാൾ ഇല്ലെങ്കിൽ ഞാൻ ഈ നിമിഷം ഞാനില്ല എന്നുള്ള രീതിയിലേക്ക് ഓവർ അറ്റാച്ച്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല. ഒരു ആത്മഹത്യയൊക്കെ തിരഞ്ഞെടുക്കുന്ന ആ സ്റ്റേജിലേക്കൊക്കെ പോകുന്നത് ഇത്തരത്തിലുള്ള ഓവർ അറ്റാച്ച്മെന്റ് കാരണമാണ്. ഇവരെന്നെ ചതിച്ചല്ലോ, അല്ലെങ്കിൽ ഇവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഇവരെ ഞാൻ മരണത്തിലേക്ക് ഇവരെ ഒന്ന് പേടിപ്പിച്ച് നിർത്താം എന്നുള്ള രീതിയിലൊക്കെ പോകുന്നത് ഈ ഓവർ അറ്റാച്ച്മെന്റ് കാരണം തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോഴേക്ക് ഒരു മരണം തിരഞ്ഞെടുക്കാതെ, ആത്മഹത്യയിലേക്ക് പോവാതെ ചിന്തിക്കുക എന്നുള്ളതാണ്. ആരോടെങ്കിലും അവനവന്റെ പെയിന് ഓപ്പൺ ആയിട്ട് പറഞ്ഞ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബന്ധുക്കൾക്കൊന്നും ഒരു തീരാവേദന കൊടുക്കാതിരിക്കുക. എല്ലാവർക്കും നല്ല മനസ്സും ബുദ്ധിയും ഉണ്ടാവട്ടെ. താങ്ക് യു.